ഹലോ, ബെല്ലിസ സെയിൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വർക്കല മിനി. ഞാൻ ഇന്ന് മുരിങ്ങയ്ക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ വീട്ടിൽ മുരിങ്ങ ഉണ്ടായിരുന്നു. മുരിങ്ങയിൽ ഒത്തിരി മുരിങ്ങയ്ക്ക കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത് പറിച്ച് ഞങ്ങൾ എല്ലാം പറിച്ച് എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്തുള്ള വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങൾ കുറേശ്ശെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ബാലൻസ് വന്നത് ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറി വെച്ച് മാത്രം തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് കുറച്ച് ശേഖരിച്ച് വെക്കാമെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാങ്ങ നമ്മൾ ശേഖരിച്ച് വെച്ചതുപോലെ മുരിങ്ങയ്ക്കയും ഒന്ന് ശേഖരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആണ് എടുത്തത് കേട്ടോ. അപ്പം മുരിങ്ങയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. അപ്പം വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് എത്ര മാസം അല്ലെങ്കിൽ ആഴ്ച ദിവസം ഇരിക്കുമെന്ന് നമുക്ക് ഒന്ന് അറിയാൻ പറ്റുമല്ലോ. ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിനെ രണ്ടായിട്ട് മാറ്റിയെടുത്ത് കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കണ്ടിച്ച് വയ്ക്കുവാണ്. പകുതി നമുക്ക് തൊലി കളയാതെ വെച്ച് നോക്കാം. അപ്പോൾ രണ്ടിൽ ഏതാണ് കൂടുതൽ ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുരിങ്ങയ്ക്ക ചീകി വൃത്തിയാക്കി കണ്ടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുരിങ്ങയിലാണെങ്കിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മുരിങ്ങയ്ക്ക കഴിക്കുന്നത്. നമ്മളെ സെയിൻ ബേബി ഉണ്ടല്ലോ, സെയിൻ ബേബിയുടെ പ്രായമുണ്ട് കേട്ടോ. 3 വർഷമായിട്ടുണ്ട് ഈ മുരിങ്ങ ഞാൻ നട്ടിട്ട്. ഇത് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് കായ്ക്കുന്നത് കേട്ടോ. അപ്പം ഇത് ആദ്യത്തെ പ്രാവശ്യം ഇപ്പോൾ 3 മാസം ആയതേ ഉള്ളൂ. 3 മാസത്തിന് മുമ്പെയാണ് ആദ്യമായിട്ട് കായ്ക്കുന്നത്. അത് പറിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച് എല്ലാവർക്കും കൊടുത്ത് അയൽവക്കത്തും കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ബാലൻസ് വന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് ശേഖരിച്ച് വെച്ച് നോക്കാം. എങ്ങനെയാണ് ഫ്രീസറിനകത്ത് കയറ്റി വെച്ച് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് കുറേയൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമുക്ക് മുരിങ്ങക്കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പിന്നെ സെയിൻ ബേബിക്ക് കുറച്ച് എറണാകുളത്തേക്ക് കൊണ്ടുപോകണം. പിന്നെ മൂത്ത മോളുടെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അതങ്ങ് തീരും. അപ്പോൾ ഞാനത് കണ്ടിച്ച് എടുത്ത് വൃത്തിയാക്കി നമുക്ക് പാക്ക് ചെയ്ത് ഫ്രീസറിനകത്ത് വെക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയാൽ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ ചെയ്താലല്ലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ കളയണ്ടല്ലോ. ഞാൻ നേരത്തെയൊക്കെ ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇത് എടുത്ത് ഞാൻ ഒരു കൊച്ചു കവറിലാക്കി വെക്കാറുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഞാനിതിപ്പോൾ നല്ല വൃത്തിയായിട്ട് കണ്ടോ, അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് പൂപ്പെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകിയിട്ടില്ല കേട്ടോ, ഞാൻ വെള്ളം നനച്ചിട്ടില്ല. ഈർപ്പം തട്ടിയ ചിലപ്പം കേടായി പോകണമെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ കഴുകിയിട്ടില്ല. കഴുകാതെയാണ് അതിൻ്റെ പൂപ്പലെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഞാനിത് കണ്ടിച്ച് മാറ്റി വെച്ചത് കണ്ടോ. ഇതുപോലെ വൃത്തിയാക്കി കണ്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി പാക്ക് ചെയ്ത് കവറിലാക്കി അമർത്തി നല്ല ഇറുക്കി കെട്ടി ഫ്രീസറിനകത്ത് വെക്കണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊലി കളയാതെ നമുക്കൊന്ന് ബാക്കിയുള്ളത് കഷ്ണങ്ങളാക്കി വയ്ക്കാം. അതിനു മുമ്പ് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ആക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു പാത്രത്തിൽ ഇത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ കലർന്നു പോയാൽ ശരിയാവത്തില്ല. അപ്പോൾ നമുക്ക് ഇത് മാറ്റി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ മുറങ്ങൾ ഒരു 7-8 എണ്ണം ഉണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗിയാണല്ലേ ആ മുറങ്ങൾ കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെറിയ ചെറിയ മുറങ്ങൾ കാണുമ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ കാണുമ്പോഴൊക്കെ മേടിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് നല്ല ഭംഗിയുള്ളതുണ്ട്. റെഡിൻ്റെയും യെല്ലോയുടെയും ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഇത് തൊലി കളയാതെ തന്നെ നമുക്ക് കഷ്ണങ്ങളാക്കാം. അപ്പോൾ ഞാൻ ഇത് 2 രീതിയിൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ് പെട്ടെന്ന് കേടാവുന്നതെന്ന് അറിയണമല്ലോ.
അപ്പോൾ ഒന്ന് കുറച്ച് നമ്മൾ തോടോടെ വെച്ച് നോക്കാം, കുറച്ച് നമ്മൾ തൊലി കളഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏതാ നല്ലതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഞാൻ കുറേ കണ്ടിച്ച്, തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ, ഉണ്ടല്ലോ, തൊലിയോടെ തന്നെയാണ് കണ്ടിച്ച് ഞാൻ വയ്ക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ സമയത്ത് ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതിയല്ലോ അതിൻ്റെ പൂപ്പ്. അപ്പോൾ അത് ഞാൻ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. പാത്രത്തിൽ ഇരിക്കുന്നത് നമ്മൾ തൊലി കളഞ്ഞതും, ഇപ്പുറത്തെ ഇരിക്കുന്നത് തൊലി കളയാത്തതും, കണ്ടോ, പൂപ്പൽ കളയാത്തതും. അപ്പോൾ ഇത് രണ്ടും 2 കവറുകളിലായിട്ട് പാക്ക് ചെയ്ത് വെക്കണം. വെച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറയണേ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിത് കവറുകളിൽ പാക്ക് ചെയ്താക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ നല്ല ഭംഗിയായിട്ട് കെട്ടി ഇറുക്കി രണ്ടും ഒരുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം കേട്ടോ. ഉണ്ടോ, ഇതുപോലെ ചെയ്ത് നമുക്ക് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് എപ്പോഴായിരുന്നാലും ഉപയോഗിക്കാം, കേടാവത്തില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അങ്ങനെ അത് ചെയ്ത് നോക്കുകയാണ്. ഫ്രീസറിനകത്ത് തന്നെ വെക്കണമെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കാൻ നോക്കണം കേട്ടോ. അപ്പം ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.